ടി ജി ജന്തർ മന്ദിറിൽ സെൻസസ് ചലോ മാർച്ച് അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മാർച്ചാണെന്നാണ് അഭിജിത്ത് ദീപ്കെ പറയുന്നത്. മാത്രമല്ല രണ്ടാം സ്വാതന്ത്ര്യ സമരം, നമ്മുടെ സോനം വാങ്ചുക്കിനെ രണ്ടാം ഗാന്ധി എന്നൊക്കെയാണ് അഭിജിത്ത് ഇത് പരാമർശിച്ചത്. അതിനൊപ്പം തന്നെ RSSകാർ വന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോകുമായിരുന്നു. ഡൽഹി പോലീസൊന്നും അല്ല, RSSൻ്റെ ഗുണ്ടകളാണ് വന്ന് ഈ സോനം വാങ്ചുക്കിനെ തൂക്കിയെടുത്തുകൊണ്ട് പോയത് എന്നൊക്കെയാണ് അഭിജിത്ത് ദീപ്കെ പറയുന്നത്. ഇപ്പോൾ മാർച്ച് നടന്നു, മാർച്ചിന് അനുമതി കൊടുത്തില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ലാത്തി ചാർജൊക്കെ നടന്നു. കുറേ നാൾ സോനം വാങ്ചുക്ക് കുറച്ച് ദിവസമായിട്ട് നിരാഹാരത്തിലായിരുന്നു. അതേ ഈ ഇത്തരം അപഹാസ്യ നാടകങ്ങൾ കുറേ കാലമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ ഇതിങ്ങനെ നടക്കുന്നു. ഈ ചെറുക്കന് ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ ഒരു 150 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. 1000 പേരോളം കാണാനുണ്ടായിരുന്നു ജന്തർ മന്ദിറിലിങ്ങനെ രണ്ട് വശത്തുമൊക്കെ ആയിട്ട്. ഈ ജന്തർ മന്ദിർ ഒരു മൈതാനമാണെന്നൊക്കെ ആൾക്കാർ ധരിക്കുന്നു. അങ്ങനെയല്ല, അതൊരു റോഡാണ് ജന്തർ മന്ദിർ. അപ്പോൾ ആ റോഡ് പിന്നെ പണ്ടാറങ്ങനായിട്ട് സമരത്തിനായിട്ട് അങ്ങ് റിസർവ് ചെയ്ത് കൊടുത്തു. സുപ്രീം കോടതിയൊക്കെ ഇടപെട്ട് ആ പ്ലേസ് പ്രകടനം, ജാഥ, അത് ഇതൊക്കെ നടത്താനായിട്ട് കൊടുത്തു. അന്നവിടെ വേറെ സീരിയസ് പ്രകടനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും 150 പേരാണ് അന്നുണ്ടായിരുന്നത്. അന്ന് ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ള ഡിമാൻഡും ഇല്ല. CJP ഉണ്ടായ കാലത്ത് എന്ന് പറയാൻ അത്ര പഴക്കമൊന്നുമില്ല. ഉണ്ടാകുന്ന സമയത്ത് ഈ നീറ്റ് ഇഷ്യൂ ഇല്ല. ഇയാൾക്ക് ഈ ഓർമ്മയുണ്ടോ, ഈ ഇൻസ്റ്റാഗ്രാമിൽ 2 കോടി ഫോളോവേഴ്സ് ഉണ്ടായി. അതാണല്ലോ ഇയാളുടെ മഹത്വം. അന്ന് ഈ നീറ്റ് ഇഷ്യൂ ഇല്ല. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അടിച്ചൊരു കമൻറ്റിൽ നിന്നാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജന്മം. അന്ന് നീറ്റ് പ്രശ്നമേ അല്ല. പക്ഷേ ഇവിടെ വന്ന് ഇരുന്ന് കച്ചറ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ നീറ്റ് വിഷയം വന്നു ഉടനെ ഇയാൾ നീറ്റിൽ കയറി പിടിച്ചു. നീറ്റ് വിഷയത്തിൽ വാസ്തവത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നൽ എനിക്കും ഉണ്ടായിരുന്നു. ഞാനത് എവിടെയോ പറയുകയും ചെയ്തു. പക്ഷേ ഇവർ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നിലപാട് മാറ്റി. അങ്ങനെയാണെങ്കിൽ രാജിവെക്കുന്നില്ല, നീ പറഞ്ഞിട്ടുള്ള രാജി വേണ്ട. അപ്പോൾ അങ്ങനെ അല്പമെങ്കിലും ഈ നീറ്റ് വിഷയത്തിൽ ധർമ്മേന്ദ്ര പ്രധാനോടൊരു ദേഷ്യം ഉണ്ടായിരുന്ന എന്നെപ്പോലെയുള്ള ആൾക്കാരെ അകറ്റാനേ ഇവരുടെ സമരം ഉപകരിച്ചുള്ളൂ. ഇവർക്കാണെങ്കിൽ ഒരു വെളിവുമില്ല. ഇന്നലെ ആ ഒരു പെങ്കൊച്ച്, ഇവരുടെ ഗ്രൂപ്പിലെ പെങ്കൊച്ച് പറയുകയാണ്, ഇന്ത്യക്ക് ഒരേ ഒരു മുസ്ലിം പ്രധാനമന്ത്രിയേ ഉണ്ടായിരുന്നുള്ളൂ, അയാളുടെ കാലത്ത് എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. അതാരും മുസ്ലിം പ്രധാനമന്ത്രി? അത് APJ അബ്ദുൽ കലാം. അപ്പോൾ ഈ TV-കാരൻ ചോദിച്ചുകൊണ്ടിരുന്ന ആൾ വടി അവിടെ നിന്ന് മാറ്റി, അച്ഛാ ടീക്ക് എന്നൊക്കെ പറഞ്ഞു. കാരണം ഈ പെങ്കൊച്ചിനോട് ഇനി വർത്താനം പറയേണ്ട കാര്യമൊന്നുമില്ല, വിവരം എന്ന് പറയുന്നത് ലെവലേശയില്ല. അഭിജിത്ത് ദീപ്കെ അതുപോലെയാണ്. അവനെന്താ പറയുന്നത്, അവന് വല്ല നിശ്ചയമുണ്ട്. അവൻ പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുക കേട്ടോ. എത്രയോ പേര് ആവശ്യപ്പെടുന്നു നരേന്ദ്രമോദി രാജിവെക്കണമെന്ന്. ഇവനെന്ത് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അവൻ ചെയ്യുന്നത്. ബാക്കിയുള്ള എത്രയോ കാലമായി മോദിയുടെ രാജി ആവശ്യപ്പെടുന്നു. ചുമ്മാ ഇതുപോലെ അർത്ഥശൂന്യമായ നാടകങ്ങൾ നടത്തുക. പക്ഷേ കാശ് മുടക്കുണ്ട്. ഈ സോനം വാങ്ചുക്ക് വന്നത് കോൺട്രാക്ട് ബേസിസിൽ വന്നതാണ്. നിരാഹാരം കിടക്കാൻ ദീപ്കയ്ക്ക് പറ്റില്ല, കിടന്നാൽ അവന് മൈഗ്രെയിൻ വരും. അതവൻ മൈക്കിലൂടെ വിളിച്ചും പറഞ്ഞു. അതുകൊണ്ട് വാടകയ്ക്ക് നിരാഹാരം കിടക്കാനാണ് സോനം വാങ്ചുക്ക് വരുന്നത്. സോനം വാങ്ചുക്കിന് ഈ നിരാഹാരം കിടക്കാൻ അറിയാം. അതിനൊരു പ്രത്യേക സ്കില്ല് വേണം. നിരാഹാരം എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ ഭക്ഷണം കഴിക്കാതെ വൈകുന്നേരം ആകുമ്പോൾ ചത്തുപോകും. അപ്പം അതിനൊരു ട്രെയിനിങ് ഒക്കെ ഉണ്ട്. ഈ ട്രെയിനിങ് എടുത്ത ആളാണ് സോനം വാങ്ചുക്ക്. ആർക്ക് വേണ്ടിയും നിരാഹാരം പുള്ളി അനുഷ്ഠിക്കും. പുള്ളിയുടെ കാശ് പുള്ളിക്ക് കൊടുക്കണം. ഇതാണ്. ഇപ്പോൾ പ്രയാഗ്രാജ് മോത്തിലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്പീച്ചിന് സോനം വാങ്ചുക്കിനെ വിളിച്ചു. അങ്ങേരുടെ മറുപടി ഇന്ന് ആ കോളേജിലെ പിള്ളേർ പുറത്തുവിട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. 15 ലക്ഷം രൂപയാണ് ഇയാൾ ചോദിക്കുന്നത് അയാളുടെ ഒരു സ്പീച്ചിന്. 50 മിനിറ്റ് സ്പീച്ച് 15 lakhs. 50 മിനിറ്റിന് 15 ലക്ഷം രൂപ. അതാണ് സോനം വാങ്ചുക്കിൻ്റെ റേറ്റ്.
അപ്പം നിരാഹാരത്തിൻ്റെ റേറ്റ് എത്രയാണെന്ന് ആലോചിച്ച് നോക്കി. ഇവരൊക്കെ ഈ കൊട്ടേഷനൊക്കെയാണ് കോടീശ്വനി കിർമാണി മേനയൊക്കെയില്ലേ, വലത് കൈക്ക് 30,000 രൂപ, ഇടത് കൈയാണെങ്കിൽ 25,000 രൂപ. രണ്ടും കൂടെ ഒന്നിച്ച് വെട്ടാനാണെങ്കിൽ 5,000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്, 50,000 തന്നാൽ മതി. കാല് വെട്ടാൻ വേറെ. ഇങ്ങനെ ആളെ കൊല്ലാൻ 10 വർഷം മുമ്പ് വരെ പ്രിവെയിലിംഗ് റേറ്റ് കേരളത്തിൽ ആളെ കൊല്ലാൻ 5 ലക്ഷം രൂപയായിരുന്നു. ഇപ്പോൾ കൂടി കാണും, എനിക്കറിയില്ല. അന്ന് ഞാനൊരു ഗുണ്ടയെ ഇങ്ങനെ യാദൃശ്യമായിട്ട് പരിചയപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞ റേറ്റാണിതൊക്കെ. ഇതുപോലെ നിരാഹാരം ചെയ്യുക. മറ്റേ ഹരിയാന ഭാഗത്ത് ജാഥയ്ക്ക് വരുന്ന വാടകയ്ക്ക് ആൾക്കാരുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ മലയാള സിനിമയിലൊക്കെ പണ്ട് വന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്. വാടകയ്ക്ക് ആളെ എടുത്ത് ജാഥ നടത്തുക, ഹോള് നിറയ്ക്കുക. ഇപ്പോൾ കേരളത്തിൽ പലപ്പോഴും ഹോള് നിറയ്ക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ഞാനിത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ലോ കോളേജിൽ വിദ്യാർത്ഥിയായിട്ട് ചെറുപ്പക്കാരുടെ കൂടെ ബെഞ്ചിൽ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ലോ കോളേജിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഇൻവിറ്റേഷൻ വരും. ഹൈക്കോടതിയിലൊരു ചടങ്ങ്. ഈ ചടങ്ങിനൊന്നും ആരെയും കാണില്ല. ചീഫ് ജസ്റ്റിസ് മറ്റേ ആളൊക്കെ നിരന്ന് കഴിയുമ്പോൾ സദസ്സിലാരെങ്കിലും വേണ്ടേ. അപ്പോൾ ഹൈക്കോടതി രജിസ്ട്രിയിൽ നിന്ന് ലോ കോളേജിലേക്ക് പ്രിൻസിപ്പലിന് ഇമെയിൽ വരും. സാർ, ഇങ്ങനൊരു പ്രോഗ്രാമുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വിഷയത്തിൽ മദ്രാസ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പ്രസംഗിക്കുന്നു. അപ്പം മുമ്പിൽ കുറച്ച് പേര് വേണമല്ലോ, അതിനാണ് ഈ കത്ത്. മദ്രാസ് ചീഫ് ജസ്റ്റിസ് പ്രസംഗിക്കുന്നു, കേരള ചീഫ് ജസ്റ്റിസ് മറ്റേയാൾ മറിച്ചയാളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവർ സർട്ടിഫിക്കറ്റ് തരും, ഈ ഇതിൽ പങ്കെടുത്തതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചോ ഇത് കൊള്ളാമല്ലോ, അവിടെ പോയി ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടും. ഞാനവിടെ പോയി എന്തൊക്കെയോ പ്രസംഗിച്ചുകൊണ്ടിരുന്നു, ഞാൻ ഉറക്കം തൂങ്ങിയൊക്കെ. അത് കഴിഞ്ഞപ്പോൾ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ഒപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ യോഗം നടക്കുന്ന നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ പേരും സംഗതിയൊക്കെ അവർ എഴുതിയെടുക്കും. എന്നിട്ട് ഈ സർട്ടിഫിക്കറ്റ് പോകാൻ നേരത്ത് ഈ സർട്ടിഫിക്കറ്റ് ഓരോന്നും കൊടുത്തുവിടും. അങ്ങനെ 1-2 കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ ഈ സദസ്സിനെ സംഘടിപ്പിക്കുകയാണ്. അവർക്ക് ആകെ ചിലവ് ഈ സർട്ടിഫിക്കറ്റാണ്. ദിസ് ഈസ് ടു സർട്ടിഫൈ ദാറ്റ് സോ ആൻഡ് സോ ഹാസ് പാർട്ടിസിപ്പേറ്റഡ്. അങ്ങനെ 10 പൈസ കൊടുക്കാതെ അവർക്ക് സദസ്സ് കിട്ടും. സെൻറ്റ് തെരേസാസ് കോളേജും ഇതുപോലെ ഒരു റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ നിന്നും ഇതുപോലെ യോഗത്തിന് വിദ്യാർത്ഥികളെ അയച്ച് കൊടുക്കപ്പെടും. ഇതൊക്കെ എറണാകുളത്തെ വലിയ ട്രേഡ് സീക്രട്ടാണ് ഞാൻ ഈ വായിജ്യത്തിനോട് പറയുന്നത്. ഇതൊന്നും പുറത്ത് പറയരുത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ സമരങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ ഹരിയാന ഭാഗത്ത് നിന്ന് ആൾക്കാരെ വാടകയ്ക്ക് കിട്ടും. 2009-10 കാലഘട്ടത്തിൽ ഡൽഹിയിലെ റേറ്റ് 1,100 രൂപയായിരുന്നു ഒരാൾക്ക്. അന്ന് നല്ല പൈസയാണല്ലോ അത്. അന്ന് നല്ല പൈസയാണ്. 2010 1,100 രൂപ. ഭക്ഷണം തന്നാൽ സന്തോഷം, തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഡൽഹിയിലെ ഒരു സ്വഭാവം അനുസരിച്ച് ഒരു രാവിലെ 10-10:30 ആകുമ്പോഴേ അവർ വരുള്ളൂ. ആദ്യം അവർ ചോദിക്കും വെയിലത്താണോ അതോ അകത്ത് ഓഡിറ്റോറിയത്തിലാണോ. കാരണം അതൊക്കെ അതിനനുസരിച്ച് റേറ്റ് മാറിയും മറിഞ്ഞുമൊക്കെ വരും. വെയിലത്ത് നിൽക്കാമെന്ന് പറഞ്ഞാൽ റേറ്റ് കൂടും, ഡൽഹിയിലെ വെയിലല്ലേ. അതുപോലെ സമയം വെളുപ്പിനെ ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഈ വാങ്ങിച്ചുക്കനെ വെളുപ്പിനെ പൊക്കി കൊണ്ടുപോയില്ലേ. വെളുപ്പിനെ മഞ്ഞുകെട്ടിക്ക് ഇടിച്ചാൽ 2,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാലും വെളുപ്പിനെ ആൾ വരില്ല ഡൽഹിയിൽ. ഒരു 10 മണി 10:30 മണി അതെ ആളെ കിട്ടില്ല. അപ്പോൾ വാടകയ്ക്ക് ആൾക്കൂട്ടത്തെ കിട്ടും, വാടകയ്ക്ക് നിരാഹാരം കിടക്കാൻ ആളെ കിട്ടും, വാടകയ്ക്ക് പ്രസംഗിക്കാൻ ആളെ കിട്ടും, ഇതൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ കേരളത്തിൽ ഇപ്പോഴും വാടകയ്ക്ക് പ്രസംഗിക്കുന്നവരുണ്ട്. നമ്മുടെ ആവശ്യം എന്താണെന്ന് അവരോട് പറഞ്ഞാൽ മതി. സർക്കാരിനെതിരെ വേണോ സർക്കാരിനെ അനുകൂലിച്ച് വേണോ. നല്ല വാക്സാമർത്ഥ്യമുള്ള ആൾക്കാർ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയും ടി വിയൊക്കെ വന്നപ്പോഴുണ്ടായ ദോഷം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ പ്രസംഗം നന്നായിട്ട് പ്രസംഗിക്കുന്ന ആളുടെ കട്ട് ചെയ്തിട്ട് റീൽ അത് ഇതൊക്കെ പറയും. ഇയാൾക്ക് പരസ്പര വിരുദ്ധമായിട്ട് ഇയാൾ സംസാരിക്കുന്നതൊക്കെ വരും. അങ്ങനെ കുറച്ചൊരു പ്രയാസമുണ്ട്. എന്നാലും ഇപ്പോഴും അതിൽ ആ ട്രേഡിൽ പിടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്, വരുമാനം വേണ്ടേ. അപ്പോൾ അഭിജിത്ത് ദീപ്കയെ ഫൈനാൻസ് ചെയ്യുന്ന ആൾക്കാർ ആരാണെന്നുള്ളത് ഏകദേശം പുറത്ത് വന്നു കഴിഞ്ഞു. നമ്മുടെ സ്ഥിരം ടീമാണ്. അവിടെ വരുന്ന ആൾക്കാരെ നോക്കുക: വൃന്ദ കാരാട്ട്, തവലിൻ സിംഗ്,
നീരജ ചൗധരി, ഇതൊക്കെ അമ്മച്ചി ഗ്യാങ്ങാണ്, വയസ്സായവർ. അമ്മച്ചിയാണെങ്കിലും അജിറ്റേഷൻ ആന്തോളൻ ജീവിയാണ്. പിന്നെ യോഗേന്ദ്ര യാദവ്. യോഗേന്ദ്ര യാദവ് ഏതെങ്കിലും സമരത്തിൽ പങ്കെടുത്താൽ അപ്പം തീരുമാനിച്ചാൽ മതി അത് ഫോറിൻ ഫണ്ടഡാണ്, ഉറപ്പായിട്ട് ഫോറിൻ ഫണ്ടഡ്. ഈ സമരത്തിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നുമില്ല. അത് ശ്രദ്ധിച്ചോ? അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ നീറ്റ് ഇഷ്യൂ ആരുടെ ഇഷ്യൂ ആണ്? കോൺഗ്രസിൻ്റെ ഇഷ്യൂ ആണ്. കോൺഗ്രസ് പരാജയമാണ്, തല്ലിപ്പൊളിയാണ്, അവരെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കും, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് CJP തുടങ്ങിയത്. ഇപ്പോൾ CJPയെ കോൺഗ്രസ് പിന്തുണയ്ക്കില്ല. ലോക്സഭയിൽ ബഹളം വയ്ക്കും. ലോക്സഭയിൽ ബഹളം വയ്ക്കാൻ ആർക്കതെന്നുള്ളത്. അതേസമയം കംപ്ലീറ്റ് അവർ കോൺഗ്രസിനെതിരെ തിരിയാതിരിക്കാനായിട്ട് പവൻ ഖേഡയെ അവിടെ അയച്ചിട്ട് അയാൾ നിങ്ങൾ നിരാഹാരം നിർത്തണം എന്നൊക്കെ ഒരു പ്രസംഗമൊക്കെ നടത്തിയിട്ട് അയാൾ പോയി. കോൺഗ്രസ് പക്ഷേ കൈമൈ മറന്ന് ഈ സമരത്തെ പിന്തുണയ്ക്കുന്നില്ല. കോൺഗ്രസ് വിരുദ്ധ BJP വിരുദ്ധ ഗാങ്ങുകളാണ് ഇതിന് ഫൈനാൻസ് ചെയ്യുന്നത്. അങ്ങനെയും NGOs ഉണ്ട്. പിന്നെ ആരെന്ത് സമരം ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ കൂടെ ചാടിക്കയറുന്ന ആളാണ് യോഗേന്ദ്ര യാദവ്. ആ പുള്ളി എവിടെ നിന്നെങ്കിലും ഒരു കവിതയൊക്കെ സംഘടിപ്പിച്ച് അതുമൊക്കെ വെച്ച് അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നൊരു കലാപരിപാടി. ഇന്നത്തെ കൊണ്ട് എന്തോ അവരെ ചർച്ചയ്ക്ക് വിളിച്ചെന്നോ പറയുന്നു. ഇയാൾ നിരാഹാരം കിടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ലാസ്റ്റ് വരുന്നത്. നിരാഹാരത്തിന് നിർത്തുവാണ് എന്നാണ് പറഞ്ഞത്. അവന് മൈഗ്രെയിനാണ് ചെറുക്കന്. ചുമ്മാ വെളിവില്ലാത്ത തേക്കോടൊക്കെ ബോധമില്ലാതെ നടന്നിട്ട് അവൻ ബോസ്റ്റണിൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ പോയി. എന്ത് പഠിച്ചു അവൻ? എന്ത് ഡിഗ്രിയാണ് കയ്യിലുള്ളൂ? വെറുതെ തലതെറിച്ച കുറേ പിള്ളേർ. ഞാനവരുടെ പ്രസംഗം കേട്ടു. ആർട്ടിക്കിൾ 370 വീണ്ടും കൊണ്ടുവരണം. ഡിമാൻഡാണ് ഇവരുടെ CJPയുടെ. അതിപ്പോൾ അവർ ചർച്ച ചെയ്യാൻ പോകില്ല, ചർച്ച ചെയ്യട്ടെ. പിന്നെന്താ? വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണം. FCRA ഭേദഗതി നിയമം പിൻവലിക്കണം. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയെപ്പറ്റി ആരും പ്രസംഗിച്ചില്ല. ഒരേ ഒരാൾ പ്രസംഗിച്ചു. അയാൾ മഹേന്ദ്ര പ്രധാൻ എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം ഈ വാടകയ്ക്ക് വരുന്ന ടീമാണ്. വൃത്തി. ഇത് കൂടാതെ JNUവിലെ അലമ്പന്മാരും മുഴുവൻ അവിടെ കൂടുതൽ ഐസ, SFI ഇവരൊക്കെ അവരാണ് കൂടുതൽ. SFI കേരളത്തിലെ പ്രമുഖ നേതാക്കന്മാർ അവിടെ സന്ദർശിച്ചായിരുന്നു. അതിലെ ഒരു പെങ്കൊച്ച് അവിടെ പ്രസംഗിക്കുന്നു. മേരാ ലിങ്ക് മേരി മർജി. മേരി മർജി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടം. ശരി, ആയിക്കോട്ടെ, അങ്ങനെയാണല്ലോ, എല്ലാ മനുഷ്യരും അങ്ങനെയാണല്ലോ. അല്ല വേറെ വല്ലവരുടെയും ലിംഗത്തിലല്ലോ മനുഷ്യർ എന്തെങ്കിലും ചെയ്യും. ഇതൊക്കെ എന്ത് ഭ്രാന്താണ്?